സാധാരണ ഉള്ളിനേക്കാളും 10 ഇരട്ടി വില ഉണ്ട് ഇതിന്. നിങ്ങളെ ഇപ്പോ വാങ്ങിക്കുന്ന വലിയ ഉള്ളി എത്ര കൊടുത്താൽ നിങ്ങൾ വാങ്ങിക്കണം? ഏത് GCC-യിലായിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, നിങ്ങൾ വാങ്ങിക്കുന്നത് എത്ര റിയാലിനാ, അല്ലെങ്കിൽ എത്ര ഉറുപ്പ്യക്കാ, എത്ര ഡോളറിനാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്? ചെറിയ പൈസയിലുള്ളൂ. പക്ഷെ ഇത് അങ്ങനെ ചെറിയ പൈസ കിട്ടില്ല. ഇതിന് കുറച്ച് പൈസ ഇറക്കണം. നിങ്ങൾ ഉള്ളി നിങ്ങൾ കറിക്ക് ഉപയോഗിക്കണ മുമ്പ്, അതിനുണ്ടാക്കണ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കട്ട് ചെയ്യണം. നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണ്ടേ. ഈ കട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ? കണ്ണീര് വരും. അതേല് ഭയങ്കര സ്ട്രെസ്സാണ് അല്ലെ. ഒരു ഉള്ളി അരിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പരിപാടിയാണ്. പക്ഷെ ഇതങ്ങനല്ല. ഇത് നിങ്ങൾ ഉള്ളി അരിയും വേണ്ട, ഒന്നും വേണ്ട. ഇതെടുക്കുക, അയക്കിട. ചിക്കൻ ആണെങ്കിൽ എത്ര വേണ്ട അയക്കിട. മട്ടൺ ആണെങ്കിൽ അതായത് ഫുൾ അരിഞ്ഞ് ഡ്രൈ ചെയ്ത് ഫുള്ള് എല്ലാം സെറ്റ് ആക്കി വെച്ചതാ. സാധാരണ ഉള്ളിനേക്കാളും 10 ഇരട്ടി വില ഉണ്ട് ഇതിന്. സാധാരണ ഉള്ളിക്ക് ഇപ്പൊ ഇന്നത്തെ ഖത്തർ റേറ്റ് പ്രകാരം 1 റിയാൽ 2 റിയാലൊക്കെയാണ് ഓഫറിൽ അവിടെയൊക്കെ ഉള്ളത്. പക്ഷെ ഇതിന് 35 റിയാലും 30 റിയാലാണ് ഇതിന്റെ വില. അപ്പൊ അത്ര വ്യത്യാസമുണ്ട്. അപ്പൊ പക്ഷെ എന്താണ്, നിങ്ങൾക്ക് എപ്പോഴാ ബിരിയാണി ഉണ്ടാക്കി, എപ്പോഴാ നിങ്ങൾ ഉണ്ടാക്കണേ, എടുക്കുക, നേരെ ഇടുക, അത്രേ പണിയുള്ളൂ. അതായത് കണ്ണീര് ഒലിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇത് ഖത്തറീസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. അവര് കറിക്കുന്നതിനൊന്നല്ല, അവര് നമ്മളെ മിക്സുകളുണ്ട്. നമ്മളെ ചിക്കൻ മസാല, മട്ടൺ മസാല, മജ്ബൂസ് മസാല, മന്തി മസാല, ഈ മസാലയിലൊക്കെ അറബ്സ് ഉപയോഗിക്കുന്നത് ഇതാ, ഈ ഉള്ളി. അത് ഉള്ളിന്റെ ആ ഒരു ഫ്രാഗ്രൻസ്, ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മിക്സിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ വിൽക്കുന്ന സാധനം, ഇവരൊക്കെ നമ്മളെ ചാക്ക് കണക്കിന് വിൽക്കുന്ന സാധനം. അത് കോമഡി ആണെങ്കിലും കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞാണ് ഞാൻ.